ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ ഒക്കെ ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ ഞാൻ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ വൈജ വീട്ടിലെത്തിയതിന്റെ ആ ഒരു പ്രകമ്പനം ആ വീട്ടിലുണ്ട് കേട്ടോ. നെടുമ്പൂരയ്ക്കൽ തറവാട്ടിന് ആ ഒരു പ്രകമ്പനം ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ശിവനും ഗംഗാധരനും കൂടെ തിരിച്ചു പോയിരിക്കുകയാണ്. ഇപ്പൊ കൃഷ്ണമോളും ബബിതയും കൂടെ നിൽക്കുന്ന ഒരു ലാസ്റ്റ് അവരെ യാത്രയാക്കാനായിട്ട് കൃഷ്ണയും ബബിതയും നിൽക്കുന്ന ഒരു ആ ഒരു സീനാണ് ലാസ്റ്റ് ആയിട്ട് കണ്ടത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഞാൻ അമ്മേനെ ചെന്നൊന്ന് കാണട്ടെ ബബിതേച്ചി എന്ന് പറഞ്ഞു. അപ്പം അമ്മ വന്നിട്ട് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നീ തന്നെ അങ്ങോട്ടേക്ക് ചെല്ല്, അപ്പൊ അറിയാലോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോള് നേരെ വൈജയനെ കാണാൻ വേണ്ടി ചെല്ലാണ്. അങ്ങനെ വൈജയനെ കാണാൻ വേണ്ടി ചെന്നു. അമ്മ വന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, ഞാൻ വന്നു. എന്ത് നീ ഓർത്തത് ഞാൻ വരില്ല എന്ന് ഓർത്തായിരുന്നോ? അല്ലെങ്കിലും ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് തന്നെയാ കരുതി ഞാൻ ഇരുന്നത്. എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തീരെ താല്പര്യം ഇല്ല കൃഷ്ണൻ. പിന്നെ ഞാൻ വന്നത് എന്താണെന്ന് ചോദിച്ചാല്, ഗംഗേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് കൊണ്ട് മാത്രം. ഗംഗേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ വരത്തില്ലായിരുന്നു. എല്ലാം സെറ്റാക്കി വെച്ചതാ. ഒരു വീട് ഞാൻ റെന്റിന് എടുത്തതാ. താക്കോലും എന്റെ കയ്യിലുണ്ട്. എപ്പോ വേണമെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാന്ന് പറഞ്ഞപ്പോ, അമ്മ എന്തിനാ വേറെ വീട്ടിൽ പോയി താമസിക്കുന്നത്? ഇത് അമ്മയുടെ വീടല്ലേ, ഇത് അമ്മയുടെയും കൂടി വീടല്ലേ. ഓ, അമ്മയുടെ വീടോ? എന്ന് മുതൽ ഇത് അമ്മയുടെ വീടായി? എന്ന് മുതൽ അമ്മയുടെ വീടാ? ഇല്ല, അല്ലാതായി. ഒന്ന് ചിന്തിച്ചു നോക്ക് കൃഷ്ണേ നീ. അമ്മയുടെ വീട്? ഇത് അമ്മയുടെ വീടല്ല, ഇത് അലീനയുടെ വീടാണ്. ബാലചന്ദ്രന്റെ പുതിയ മകൾ, ദത്തുപുത്രി, അതുപോലെ ജാരസന്തതി എന്നൊക്കെ പറയാം. അവളുടെ വീടായത്, അല്ലാതെ എന്റെ വീടല്ല. ഇതിന്റെ അവകാശവും അധികാരവും ഒക്കെ എനിക്ക് എന്നേ നഷ്ടപ്പെട്ടു. മൂദേവി ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയ അന്ന് എനിക്ക് നഷ്ടപ്പെട്ടതാണെല്ലാം. ഇത് കേട്ട ഉടനെ നമ്മുടെ അലീന അവിടെ നിപ്പുണ്ടായിരുന്നു. അലീന എന്ത് പറയാനാണ്? അപ്പം കൃഷ്ണ പറഞ്ഞു, എന്തിനാ അമ്മ വീണ്ടും ഈ വാശിയും വൈരാഗ്യം വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നത്? അമ്മയൊന്ന് മനസ്സിലാക്കിക്കൂടെ? അമ്മയുടെ ആങ്ങളമാരും ഇങ്ങോട്ട് കൊണ്ടുവന്ന് അമ്മേനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് അമ്മയ്ക്കൊന്നും മനസ്സിലാക്കത്തില്ലേ? അമ്മ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? ദേ, എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയല്ലേ ഇത്? രോഹിത്തേട്ടൻ ആകെപ്പാടെ തളർന്നിരിക്കുക. രോഹിത്തേട്ടൻ ജയിലിൽ നിന്ന് വന്നെങ്കിലും രോഹിത്തേട്ടന്റെ അവസ്ഥയൊന്നും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. ഈ സമയത്ത് നമ്മളും അച്ഛനും അമ്മയും ഒക്കെ ചേർന്നല്ലേ രോഹിത്തേട്ടനെ തിരിച്ചു കൊണ്ടുവരേണ്ടത്. അമ്മയ്ക്ക് എന്താ അമ്മ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, വെളിവും വെള്ളിയാഴ്ച ഉള്ള ഒരാളിവിടെ ഉണ്ടല്ലോ, അത് വേറെ ആരും അല്ലല്ലോ, നീയും നിന്റെ അച്ഛനും അലീനയും ഒക്കെ. അതു മതി, അല്ലാതെ വെളിവും വെള്ളിയാഴ്ചയുള്ള ഞാൻ ഇവിടെ താമസിക്കുന്നില്ല മോളെ. കൂടിപ്പോയ 4 ദിവസം, വിരളിൽ എനിക്കോ, ഈ 4 ദിവസം കൊണ്ട് അലീന ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയില്ലെങ്കിൽ വൈജ ഈ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണജ പറഞ്ഞു, അമ്മയ്ക്ക് തലയ്ക്ക് വട്ടാണ്. അമ്മയുടെ തലയ്ക്ക് നെല്ലിക്കാത്തളം വെക്കേണ്ട സമയം കഴിഞ്ഞു. ദേ, ഇത്രയ്ക്കും അനുഭവിച്ചിട്ടും അമ്മ പഠിച്ചില്ലല്ലോ. എല്ലാവരും നാനാ സൈഡിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ട്, അലീന ചേച്ചി എന്ത് തെറ്റാ ചെയ്ത്, അലീന ചേച്ചി പാവമാണ്, ഈ കുടുംബം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും ആവശ്യമാണെന്നൊക്കെ. എന്നിട്ട് അതുപോലും മനസ്സിലാക്കാതെ, രോഹിത്തേട്ടന്റെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ, ഇവിടെയുള്ള മക്കളുടെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ ഇങ്ങനെ നിർബന്ധം പിടിച്ച് സ്വന്തം വാശിക്കും വൈരാഗ്യത്തിനും ഒക്കെ വേണ്ടി എന്തിനാ അമ്മയെ ജീവിക്കുന്നതെന്ന് വെച്ചപ്പോ, ഞാനിപ്പോ മരിക്കണോ? അതാണോ നിനക്ക് വേണ്ടത്? അല്ല, നിനക്ക് അമ്മയായിട്ടും നിന്റെ ചേച്ചിയായിട്ടും അച്ഛനായിട്ടൊക്കെ ഇവിടെ ആൾക്കാരുണ്ടല്ലോ. അപ്പം പിന്നെ ഞാനൊരു അധികപ്പറ്റായിരിക്കും. കൃഷ്ണേ, നിന്നോട് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം നീ നിന്റെ അച്ഛന്റെ സൈഡാ. എന്റെ കാര്യങ്ങളൊന്നും നീ മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാടി കൃഷ്ണ ഈ പറയുന്നത്? നിന്റെ അച്ഛന് ഒരു സുപ്രഭാതത്തില് ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്ന്, ഇതെന്റെ മകളാണ്, ഇതെന്റെ മുൻ കാമുകിക്കുണ്ടായ മകളാണെന്ന് പറഞ്ഞ അയാളാണോ തെറ്റുകാരൻ, അതോ ഞാനാണോ തെറ്റുകാരി? എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞില്ല. എന്നെ അന്വേഷിച്ച് ആരും ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. പറയടി, ആരാടി തെറ്റുകാരി? ഇത് കേട്ടതും നമ്മുടെ കൃഷ്ണയ്ക്ക് അങ്ങോട്ട് ചൂട് കയറിയില്ല. എന്തെങ്കിലും പറയാൻ പറ്റുമോ? കൃഷ്ണയ്ക്ക് ഒച്ചയ്ക്ക് വിളിച്ചു പറയണമെന്നുണ്ട്. മകളായി നിൽക്കുന്നത് അമ്മ 10-22 കൊല്ലം മുമ്പ് പിഴച്ച് പ്രസവിച്ച മകള് തന്നെ ഈ നിൽക്കുന്നതെന്ന് വിളിച്ചു പറയണമെന്നുണ്ട്. എന്നിട്ട് പോലും വിളിച്ചു പറയാൻ നാവ് പൊങ്ങുന്നില്ല. കാരണം അവിടെ വൈജ തകർന്നു തരിപ്പണമായി പോകും. ഈ ഒരു സമയത്ത് നമ്മുടെ ബബിതയും പറയുന്നുണ്ട്, അമ്മേ ഒന്ന് അടങ്ങമ്മേ, അമ്മേ എല്ലാവരും പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അമ്മയ്ക്കൊന്ന് മനസ്സിലാക്കിക്കൂടെന്ന്. ഇത് കേട്ടതും, ഓഹോ, അപ്പൊ നീയും ചേരി തിരിഞ്ഞോ? നീയും ഇവരുടെ പക്ഷം കൂടിയല്ലേ? അപ്പം ഈ വൈജ ഇവിടെ ഒറ്റ. അപ്പൊ ഈ വൈജ ഇവിടെ ഒറ്റകക്ഷിയായിട്ട് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഇനി മേളിലൊരുത്തൻ കിടപ്പുണ്ടല്ലോ, അവൻ എന്നെ കാണണ്ട,
മിണ്ടണ്ട, സംസാരിക്കണ്ട എന്നൊക്കെയല്ലേ പറഞ്ഞത്. ആ അപ്പൊ പിന്നെ ഞാനും ഈ വീട്ടിൽ ഒറ്റ തന്നെ ആയിരിക്കും. ഞാൻ എന്നും ഈ വീട്ടിൽ ഒറ്റ ആയിരുന്നു, ഇനിയും ഒറ്റ ആയിരിക്കും. ഏതായാലും ഇവളെ ഞാൻ ഇവിടെ വെച്ചു ഉറപ്പിക്കത്തില്ല. ഇവള് കാരണമാ ഇതൊക്കെ സംഭവിച്ചത്. ഇവളെ ഒറ്റ ഒരുത്തി കാരണമാ ഇതിനൊക്കെ ഉത്തരവാദി ഇവളാ. അതുകൊണ്ട് ഞാന് ഇനി ഈ വീട്ടിൽ നിൽക്കണോ വേണ്ടോ എന്നൊന്ന് ഇരുത്തി ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മേലിൽ നിന്ന് ബാലചന്ദ്രൻ ഇറങ്ങി വരികയാണ്. ബാലചന്ദ്രൻ ഇറങ്ങി വന്നിട്ട്, ഓ തമ്പുരാട്ടി എത്തിയോ എന്ന് വെച്ചപ്പോഴത്തേക്കും എത്തി. എന്തു പറ്റി? ഞാൻ അങ്ങ് സ്വർഗലോകത്തിലേക്ക് പോകുന്നോർത്തോ? അല്ല, അതിനു വേണ്ടിയാണല്ലോ രാത്രി എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അല്ല വൈജയ്, നിന്നെ ആരാ ഈ വീട്ടിൽ നിന്ന് രാത്രി പറഞ്ഞു വിട്ടത്? ഞാൻ പറഞ്ഞു വിട്ടോ? ഒരിക്കലും ബാലചന്ദ്രൻ രാത്രി ആരെയും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി ഉണ്ടാക്കി വെച്ച അപകടം. അതിന് ഞാൻ എങ്ങനെ ബാധ്യസ്ഥരാകും? ഞാൻ എങ്ങനെ അതിന്റെ ബാധ്യത ഏറ്റെടുക്കണം? എനിക്കതിന്റെ കാര്യമില്ല വൈജയ്. അല്ല, നിന്റെ പൊന്നാങ്ങളമാരിവിടെ കൊണ്ടുവിട്ടപ്പോ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നിന്റെ ഡിമാൻഡൊക്കെ ഞാൻ അറിഞ്ഞതാണ്. അതുപോലെ എനിക്കും കുറെ ഡിമാൻഡുകൾ അങ്ങോട്ടുണ്ട്. നിന്റെ ലക്ഷ്യം അലീന ഇവിടെ നിന്ന് പോയാൽ നീ ഇവിടെ താമസിക്കുമെന്നൊക്കെയല്ലേ പറഞ്ഞത്? അത് പറഞ്ഞതല്ല, കേട്ടുകേൾവിയല്ല, നീ പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴേ ഞാനങ്ങ് പറഞ്ഞേക്കാം, വേണമെങ്കിൽ വാതില് തുറന്നു കിടപ്പുണ്ട്, വന്ന വഴിക്ക് പോകാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അലീന ഈ വീട്ടില് ഞാൻ ചാകുന്നവരെ എന്റെ കൂടെ കാണും. ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങുന്നവരെ അലീന ഈ വീട്ടിൽ എന്റെ കൂടെ കാണും, എന്റെ മകളായിട്ട്. അപ്പോഴത്തേക്കും ബാലചന്ദ്രനോട് വൈജ, ഓ മകള്, അത് ഇൻവെർട്ടർ ഇട്ട് തന്നെ പറയണോ മകളെന്ന്? അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? നാട്ടിലൊക്കെ പാട്ടാണേ. മകളാണെന്നും പറഞ്ഞുകൊണ്ട് വേറെ ആരെയാണ് ബാലചന്ദ്രൻ ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കുന്നതെന്ന്. നാട്ടുകാരങ്ങനെ പലതും പറയും. അതിന് നിനക്കെന്താണ് പ്രശ്നം? നാട്ടുകാര് പലതും പറയും. നാട്ടുകാര് പറയുന്നതിൽ വാസ്തവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഏതായാലും നിന്നെ പോലെ ആവില്ല വൈജ, ഞാൻ ഒരിക്കലും നിന്നെ പോലെ ആവില്ല. നീ ഉണ്ടല്ലോ രാക്ഷസിയ, രക്തം ഊറ്റി കുടിക്കുന്ന രാക്ഷസി. സ്വന്തം മക്കളുടെ സൗകര്യമോ കുടുംബക്കാരുടെ സൗകര്യമോ അല്ലെങ്കിൽ മക്കളുടെ ജീവിതമോ അവരുടെ ഭാവിയോ ഒന്നും നോക്കാതെ എടുത്ത് ചാടി സ്വയം ഞാൻ ആരാണ് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വാർത്ഥ മനസ്സുള്ള രക്തം ഊറ്റി കുടിക്കുന്ന യക്ഷി, വടയക്ഷി. ഇതിനോടൊക്കെ സംസാരിക്കുവോ? എനിക്കറിയത്തില്ല. യക്ഷിയോട് കൃഷ്ണൻ നീ സംസാരിക്കുവോ? അലീന നീ സംസാരിക്കുവോ? അല്ല ബബിതേ, നീ സംസാരിക്കുവോ? ഞങ്ങളോട് ആരോടും യക്ഷികൾ സംസാരിച്ചിട്ടുമില്ല, ഞങ്ങൾ യക്ഷികളോട് സംസാരിക്കാറുമില്ല. ഇനി ഈ യക്ഷികളെ തലയ്ക്കുന്ന ചില മാന്ത്രികന്മാരെ കണ്ടിട്ടുണ്ട്, അവര് സംസാരിക്കും. ആ മാന്ത്രികന്മാരായിരിക്കും കൈതക്കൽ തറവാട്ടിൽ നിന്ന് വന്ന 2 ആങ്ങളമാര്. അവരെ കൊണ്ട് തളയ്ക്കാൻ പറ്റാത്ത സാധനത്തിനെ എന്റെ തലയിൽ കെട്ടി തന്നേക്കാണ് തളയ്ക്കാനായിട്ട്. എടി, നിന്നെ തളയ്ക്കാൻ പോയിട്ട് എനിക്കതിന്റെ ആവശ്യമില്ലടി. ഇറങ്ങിപ്പൊക്കോ ഈ വീട്ടിൽ നിന്ന്. നിനക്ക് ഇവിടെ താമസിക്കുന്നെങ്കിൽ താമസിക്കണ്ട, ഇറങ്ങിപ്പൊക്കോ. വൈജയുടെ ആഡംബരവും തലഖനവും ഒക്കെ മൂത്ത് ഇവിടെ അട്ടഹസിച്ച് നിന്ന് മറ്റുള്ളവരെ കൊന്ന് നോക്കി ദഹിപ്പിച്ച് വായിലെ നാക്ക് വെച്ചിട്ട് അടിച്ച് വീഴിക്കാതെ നിനക്ക് പോകണമെങ്കിൽ പോകാം. നിന്നെ ആരും ഇറുക്കി വെച്ചിട്ടില്ലല്ലോ. അല്ല, അയ്യോ അമ്മേ പോകല്ലേ എന്ന് മക്കള് പറയുന്നുണ്ടോ? ഇല്ല, നീ മക്കളെയും കൊണ്ടുപോക്കോ. നിന്റെ കൂടെ മക്കള് വരുന്നുണ്ടെങ്കിൽ നീ മക്കളെയും കൊണ്ടുപോക്കോ. പക്ഷേ ഈ ബാലചന്ദ്രൻ ഇനി ഒരിക്കലും ഭാര്യയായിട്ട് വൈജയനെ സ്വീകരിക്കില്ല. അതിനെ മനസ്സില്ല ഈ ബാലചന്ദ്രന്. അത്രയും വൃത്തികെട്ട പുഴുത്ത പുഴുവിന്റെ വില പോലും നിനക്കില്ലടി വൈജ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നിന്നങ്ങോട്ട് പെരുവാ നമ്മുടെ വൈജ. എന്താ നിങ്ങൾ എന്നെ വിളിച്ചത്? വൃത്തികെട്ട ജീർണിച്ച പുഴുവെന്നോ? ഞാനല്ല, വൃത്തികെട്ട ജീർണിച്ച പുഴുവിന്റെ മനസ്സും ഉള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇവക്കുമാണ്. അതുകൊണ്ടാ സ്വന്തം ഭാര്യയെയും മക്കളെയും വഞ്ചിച്ചിട്ട് ഇപ്പൊ ഒരുത്തിനെ ഇവിടെ വെച്ചു പൊറപ്പിക്കുന്നത്. അതെന്തിനാന്ന് ഞാൻ ചോദിച്ചത്. സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും സുഖ സൗകര്യങ്ങൾ നോക്കാതെ ഒരുത്തിനെ വിളിച്ച് വീട്ടിൽ കയറ്റി അവളെ അടുക്കളയമ്മയാക്കി ലാസ്റ്റ് ഇവിടെ ഭരിക്കാൻ ഭരണവും കൊടുത്ത് വീടിന്റെ താക്കോലും കൊടുത്ത നിങ്ങളാ രക്തരക്ഷസ്, ഞാനല്ലെന്ന് പറഞ്ഞപ്പം ആയിക്കോ രക്തരക്ഷസോ എന്ത് വേണമെങ്കിലും ആയിക്കോ. വൈജയ്, എനിക്ക് നിന്നോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം ചത്ത് ജീവിച്ച് ജീർണിച്ച നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നീ ഇവിടുന്ന് പൊക്കോന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ബാലചന്ദ്രൻ ഇറങ്ങിയിട്ട് നിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ സത്യത്തില് എന്താ പറയുക, പുണ്യനദിയിൽ പോയി കുളിച്ചാൽ പോലും തീരത്തില്ല അതിന്റെ അഴുക്ക്. പക്ഷേ എനിക്കിപ്പം പുണ്യനദിക്ക് പോകാനൊന്നും സമയമില്ല, എങ്കിലും ഒന്ന് കുളിച്ചു.
ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, ഇറങ്ങി എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണം. പിന്നെ ഇവിടെ നിൽക്കുന്നതൊക്കെ കൊള്ളാം, ഭരിക്കാമെന്ന് ഓർക്കണ്ട. ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവര് പറയുന്നത് കേട്ടനുസരിച്ച് നിന്നാ മതി. പിന്നെ അലീനയുടെ മെക്കിട്ട് കയറാനും നീ നോക്കണ്ട, ആരും ആരുടെയും തല തിന്നാനും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് മാറുന്നത് കേട്ടോ. ഏതായാലും ഊതിപ്പെരിപ്പിച്ച് അവിടെ നിപ്പുണ്ട്. റൂമിലേക്ക് നമ്മുടെ വൈജ പോയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി പോയാ മതി എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല കൃഷ്ണയോട് പറയുന്നുണ്ട്, നിനക്ക് തൃപ്തിയായി കാണൂല്ലോ. ദേ നീ ഒരു മകളാണോടി, നീ ആദ്യം തിരിഞ്ഞു, ഇപ്പം ഭവിത തിരിഞ്ഞു, ഇനിയിപ്പം മോളി കിടക്കുന്നവനോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് നമ്മുടെ കൃഷ്ണ പറഞ്ഞത്, അത് പ്രത്യേകം തിരിയേണ്ട ആവശ്യമില്ലല്ലോ അമ്മേ. കാരണം ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനോ പ്രതികരിക്കാനോ ഒന്നും കൂട്ടാക്കാത്ത ഏട്ടന് എന്ത് പറയാനാ, എന്ത് ചെയ്യാനാ, ഇനിയിപ്പൊ ആരുടെ ഭക്ഷണമാണെന്ന് തിരിച്ചറിയാനാ? അറിയാമോ, ഒരു ഭക്ഷണം ഇതുവരെ തൊണ്ടയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല ഏട്ടൻ. അങ്ങനെയാ ഏട്ടൻ മേളിൽ കിടക്കുന്നത്. ആര് വിളിച്ചാലും പ്രതികരിക്കുന്നില്ല. പിന്നെ അലീന ചേച്ചി എന്തൊക്കെയോ ശകലം എന്തോ സ്പൂണും കൊണ്ട് കോരി കൊടുത്ത് പനിയുടെ ആ ഒരു ബോധാവസ്ഥയിൽ കഴിച്ചെന്നുള്ളതല്ലാതെ ഒരു തുള്ളി വറ്റ് അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇവരുടെയൊക്കെ മുമ്പിലാണോ ഈ വാശി കാണിച്ചുകൊണ്ട് അമ്മ നിൽക്കുന്നത്? ഇവരെ തോൽപ്പിക്കാനാണോ, ഞങ്ങളെ തോൽപ്പിക്കാനാണോ അമ്മ തുടങ്ങുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അത് നിന്റെ അച്ഛനോട് പോയി പറഞ്ഞാ മതി. അല്ല ബബിതെ, അവൻ മേളിലാണോ എന്ന് ചോദിച്ചപ്പം അതേ മേളിലാ. അത് പിന്നെ അമ്മേ, രോഹിതേട്ടന്റെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാ. രോഹിതേട്ടന് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇതുവരെ റിക്കവർ ആയിട്ട് വന്നിട്ടില്ല. പനിച്ചു പൊള്ളുമായിരുന്നു. പനിച്ചു പൊള്ളിയത് കാരണം അച്ഛൻ ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിച്ചു. ഡോക്ടർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും റെസ്റ്റ് എടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അലീന എന്തൊക്കെയോ ഭക്ഷണം വാരി കൊടുത്തു, അത് ശകലം തൊണ്ടയിൽ നിന്ന് ഇറക്കിയതുള്ളതല്ലാതെ വേറൊന്നും ഇതുവരെ വറ്റും വയറ്റിൽ ചെന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചെല്ലട്ടെ, എന്റെ മോനെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കും, ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ കാണാനായിട്ട് മേളിലേക്ക് കയറി ചെല്ലുന്നു. ഏതായാലും മേളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് രോഹിത് അവിടെ പുതച്ചു മൂടി വിറച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ കണ്ണുകളൊക്കെ, എന്തൊക്കെയാണേലും അമ്മയാണല്ലോ, ദുഷ്ട സ്ത്രീ ആണെങ്കിലും വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിലും അമ്മ തന്നെയാണല്ലോ. അതുകൊണ്ട് കയറി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ വൈജയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോയി. ഇത് എന്തൊരു കോലമാ മോനെ രോഹിത്തെ, എടാ എണീക്കടാ, ദേ നിന്റെ അമ്മ വന്നടാ, ദേ എണീക്കടാ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ രോഹിത് ഒന്ന് തിരിഞ്ഞ് നമ്മുടെ വൈജയുടെ മുഖത്തേക്ക് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. മോനെ നീ എന്താ മിണ്ടാത്തത്, ഈ അമ്മയോട് നീ എന്താ മോനെ മിണ്ടാത്തത്, മോനെ നീ ഒരുപാട് അനുഭവിച്ചോടാ ജയിലിൽ കിടന്ന് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണ പറഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ട അമ്മേ, അതിനെക്കുറിച്ച് ചോദിച്ച് ചുമ്മാ വിഷമിപ്പിക്കൊന്നും വേണ്ട. ഏട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഏട്ടന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഈ വാതിലിനൊക്കെ ലോക്ക് പിടിപ്പിച്ചതായിരുന്നു, ലോക്ക് ഉണ്ടായിരുന്നല്ലോ, ആ ലോക്കൊന്നും ഇപ്പൊ ഈ വാതിലിന് ഇട്ടിട്ടില്ല. കാരണം ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ രോഹിതേട്ടൻ വാതിൽ തുറക്കത്തില്ല. അതുകൊണ്ട് ഒരാളെ വിളിച്ചുകൊണ്ട് വന്ന അച്ഛൻ ലോക്കൊക്കെ മാറ്റിച്ചതാണ്. ഏതായാലും കിടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ രോഹിത്തിന്റെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തലോടാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ കൈ പെട്ടെന്ന് പിടിച്ചെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കമലയുടെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. കമലയുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ട് കമലയായിട്ടുള്ള ഒരു സീൻ കാണിക്കുന്നുണ്ട്. കമലയുടെ അടുത്തേക്ക് നമ്മുടെ ഗംഗാധരനും അതുപോലെ ശിവനും കൂടെ കയറി ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടല്ലോ വൈജയ്ക്കല്ല കമലയ്ക്ക്. അപ്പൊ കമലയോട് പറയുന്നുണ്ട്, അമ്പിലും വില്ലിലും അടുക്കത്തില്ല, ഞങ്ങള് അവിടെ കൊണ്ടുവിട്ടു, ഇനിയിപ്പൊ അവിടെ എന്താകുന്നൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോ അവിടെ എന്താകാനാ, ഇനി അവിടെ ഒരു യുദ്ധം തന്നെ ആയിരിക്കും. നിങ്ങൾ ഇങ്ങ് പോകുന്നതിന്റെ പുറകെ അവിടെ വലിയൊരു ബോംബ് തന്നെ പൊട്ടും, ബോംബ് സ്ഫോടനം തന്നെ ഉണ്ടാകും. അങ്ങനെയാണല്ലോ വൈജ ബോംബ് പൊട്ടിക്കാനും സ്ഫോടനം ഉണ്ടാക്കാനൊക്കെ മിടിക്കുകയാണല്ലോ. എത്ര പറഞ്ഞാലും വൈജയ്ക്ക് മനസ്സിലാവില്ല. പിന്നെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ആ മൂദേവി അവിടെ ഉള്ളിടത്തോളം കാലം വൈജയനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും കമലെ നീ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഗംഗാധരൻ പെട്ടെന്ന് ശിവനൊന്ന് നോക്കുക, വല്ലതും തുറന്നു പറഞ്ഞാലോ കമലയുടെ കയ്യിൽ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ തീർന്ന്, പിന്നെ പറയേണ്ട കാര്യമില്ല, കമല എല്ലാം പൊട്ടി പാളീസാക്കും, എല്ലാം നമ്മുടെ വൈജയോട് പറഞ്ഞും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മുടെ കമലയോടൊന്നും പറയാനും പറ്റത്തില്ല. ഏതായാലും വരുന്നത് വഴിക്ക് വെച്ച് കാണാം. അവരൊരു കുടുംബമല്ല, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമുക്ക് ഇനി അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അവരുടെ കുടുംബമായി ഇനി അവൾ അവിടെ നിൽക്കുവോ പോവുകയോ എന്ത് വേണാച്ചോ ചെയ്യട്ടെ. അപ്പം ഗംഗാധരൻ പറഞ്ഞിട്ട് എനിക്കും എപ്പോഴും ഇങ്ങോട്ടേക്കൊന്നും വരാനൊന്നും പറ്റത്തില്ല, പെങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുണ്ടോ, എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങോട്ടേക്കൊന്നും വരാൻ പറ്റത്തില്ല എന്നൊക്കെ ഗംഗാധരനും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ നാളത്തെ പ്രമോ വിശേഷമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഫുൾ വിശേഷവുമായിട്ട് രാവിലെ വരാട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മള്
കൈനിറയെ സമ്മാനങ്ങളൊക്കെ എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അത് വെറുതെ അല്ല, അതായത് നമ്മളെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേരുണ്ട്. കാരണം അവര് നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വീഡിയോസ് കാണുന്നവരാണ്. അപ്പം എനിക്ക് എന്റേതായ രീതിയിൽ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഇപ്പം ഡെയിലി എന്നെ കാണുന്നവരല്ലേ, അതായത് എന്റെ വീട്ടിലുള്ളവർ കാണുന്ന പോലെ തന്നെ ഡെയിലി എന്നെ കാണുന്നവരും എന്നെ കേൾക്കുന്നവരും ഒക്കെ അല്ലേ നിങ്ങൾ എന്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പം അവർക്ക് വേണ്ടി എന്റെ ഒരു ചെറിയൊരു സ്നേഹ സമ്മാനമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി വലിയ വില മതിക്കുന്ന സമ്മാനങ്ങളൊന്നും അല്ലായിരിക്കാം, എൻ്റെ ഒരു ചെറിയ സ്നേഹ സമ്മാനമാണ്. അപ്പം നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തോളൂ. അതുപോലെ അതിനോടൊപ്പം തന്നെ ഹൈപ്പും ലൈക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം, ഫുൾ വീഡിയോ കാണുന്നവരായിരിക്കണം. അപ്പൊ കമന്റ് ചെയ്തോളൂ കേട്ടോ, എല്ലാവരും കമന്റ് ചെയ്തോളൂ. കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട്, അതായത് ടോട്ടൽ കമന്റ് നമ്മൾ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസും, നമുക്ക് വേറൊരു ചാനലുണ്ട് കേട്ടോ, ജിൽജിൽ ജിന്നു, ചിൽജിൽ ചിന്നു, പിന്നെ ഒരെണ്ണം റിയൽ സ്റ്റോറി ന്യൂ. അപ്പൊ ആ ഒരു 3 ചാനലിൽ നിന്നും ടോട്ടൽ കമന്റ്സ് നമ്മൾ ആഴ്ചയിലെ അവസാനത്തെ ദിവസം നമ്മൾ നോക്കിയിട്ട് ഒരാളെ സെലക്ട് ചെയ്തിട്ടായിരിക്കും, അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ സെലക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ സമ്മാനം തരിക കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കേട്ടോ. ഇനിയിപ്പം നെഗറ്റീവ് പറഞ്ഞ് തോർത്തോണ്ട് സമ്മാനം കിട്ടില്ല എന്നൊന്നും അല്ല, എന്നെ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും കമന്റ് ബോക്സിൽ ആരൊക്കെ പറയുന്നോ, പിന്നെ അവര് ഫുൾ വീഡിയോ കാണുന്നവരാണെങ്കിലും ഹൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നമ്മൾ സമ്മാനം കൊടുക്കുന്നതായിരിക്കും. ഇപ്പൊ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.